ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് റാങ്കിങ് ആണ്. നമുക്കറിയാം PSC എക്സാമുകളിലാണെങ്കിലും മറ്റ് എക്സാമുകളിലാണെങ്കിലും റാങ്കിങ് എന്ന് പറയപ്പെടുന്നൊരു ഭാഗത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടല്ലേ. അപ്പോൾ 2023-ലും 2024-ലും പബ്ലിഷ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് 2023 അത് പബ്ലിഷ് ചെയ്തത് 2024-ലാണ്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് ബംഗ്ലാദേശ്, സെക്കൻഡ് പാകിസ്ഥാൻ, തേർഡ് ഇന്ത്യ. അപ്പോൾ ഞാനിവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പിക്ചർ നോക്കിയിട്ട് വേണം ഇത് മൂന്നും പഠിക്കാൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇവിടെ എയർ ക്വാളിറ്റി എന്നാണ് പറയുന്നത്. എയർ ക്വാളിറ്റി ഓൾമോസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇന്ത്യയിൽ ഡൽഹിയിലൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കുന്നതാണ്, ഇവിടെയൊക്കെ വായു മലിനീകരണം കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ്റെ ആ തൊട്ടടുത്തുള്ള രണ്ട് ഭാഗങ്ങളുമാണ് ഈ മലിനീകരണം കൂടുതലാണെന്ന് ചിന്തിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ ഈ പിക്ചറും കൂടി ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ബംഗ്ലാദേശ് ഫസ്റ്റ്. ഓക്കെ, സെക്കൻഡ് പാകിസ്ഥാൻ, തേർഡ് ഇന്ത്യ. ഓക്കെ, ഈ പിക്ചർ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ക്ലിയർ ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തത് മാനവ വികസന സൂചിക 2023-24 കണക്കനുസരിച്ച് മാനവ വികസന സൂചികയാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്നത് സ്വിറ്റ്സർലാൻഡാണ്, സെക്കൻഡ് നോർവേ, ഇന്ത്യയുടെ സ്ഥാനം 134. ഓക്കെ, ഇതെങ്ങനെ കണക്ട് ചെയ്യാം? മാനവ വികസന സൂചികയല്ലേ, അപ്പം മനുഷ്യൻ്റെ വികസനമാണ്. മനുഷ്യൻ വികസിച്ച് കഴിഞ്ഞാൽ എന്ത് ഉപയോഗിക്കും? സ്വിഫ്റ്റ് കാർ ഉപയോഗിക്കുന്നു. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ ഇതെൻ്റെ കോഡല്ല. ഓക്കെ, അപ്പോൾ സ്വിഫ്റ്റ് കാർ, മനുഷ്യൻ വികസിച്ച് കഴിഞ്ഞാൽ സ്വിഫ്റ്റ് കാർ യൂസ് ചെയ്യുമെന്ന് ചിന്തിക്കുക. ഇല്ലെങ്കിൽ മീൻസ് എൻ്റെ കോഡ് നെക്സ്റ്റ് പറയുകയാണ്. ഇല്ലെങ്കിൽ മാനവ വികസനം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ വികസിക്കുന്നത് എപ്പോഴാണ്? മനുഷ്യൻ വികസിക്കുക, മനുഷ്യൻ തടിക്കുന്നത്. കുറേ കണ്ടമാനം സ്വീറ്റ്സൊക്കെ തിന്നു കഴിഞ്ഞാൽ മനുഷ്യൻ ഇങ്ങനെ വികസിച്ച് വരുമല്ലേ. അപ്പോൾ സ്വീറ്റ്സ് തിന്നിട്ടാണ് മനുഷ്യൻ വികസിക്കുന്നത്. ജസ്റ്റ് കണക്ട് ചെയ്യുക. അപ്പോൾ സ്വീറ്റ് തിന്നുന്നത് ഫസ്റ്റ് സ്വിറ്റ്സർലാൻഡ്. ഓക്കെ, ദെൻ ഇന്ത്യയുടെ സ്ഥാനം 134. 134 എന്ന് പറയുമ്പോൾ എന്താണ്? എങ്ങനെ ആലോചിക്കാം? മാനവ വികസനം, മനുഷ്യൻ വികസിക്കുന്ന അല്ലേ. മനുഷ്യൻ വികസിക്കുക എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ആയിരിക്കും. പിന്നീട് വികസിച്ച് 2 കുട്ടികളും കൂടി ആയിക്കഴിഞ്ഞാൽ ടോട്ടൽ 4 പേരായിരിക്കും അല്ലേ. നമ്മുടെ ഫാമിലിയിലൊക്കെ 4 പേരല്ലേ ഉണ്ടാവുക. അപ്പം 134. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് 2023 പബ്ലിഷ് ചെയ്ത് 2024-ലാണ്. എയർ ക്വാളിറ്റി എവിടെയാണ്? ബംഗ്ലാദേശ് ഫസ്റ്റ്, സെക്കൻഡ് പാകിസ്ഥാൻ, തേർഡ് ഇന്ത്യ. ഓക്കെ, അപ്പം ഒന്ന് നമുക്ക് ആ പിക്ചർ മനസ്സിലാക്കി കണക്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് മാനവ വികസന സൂചിക. മനുഷ്യൻ വികസിക്കുന്നത് എങ്ങനെയാണ്? ഒരുപാട് സ്വീറ്റ്സ് കഴിച്ചിട്ടാണ് മനുഷ്യർ ഇങ്ങനെ തടിച്ച് വരിക. അപ്പം അങ്ങനെ ഫസ്റ്റ് സ്വിറ്റ്സർലാൻഡ്, ദെൻ ഇന്ത്യയുടെ സ്ഥാനം 134. ഓക്കെ, നെക്സ്റ്റ് ഇന്റർനാഷണൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് 2024. ഇൻ്റർനാഷണൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, ഇവിടെ പ്രോപ്പർട്ടിയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. പ്രോപ്പർട്ടി ഇൻഡെക്സ്. അപ്പോൾ പ്രോപ്പർട്ടി ഇൻഡെക്സ് ആവുന്ന സമയത്ത് ഫസ്റ്റ് അമേരിക്ക, സെക്കൻഡ് UK, ഇന്ത്യ 42-ാമത്തെ സ്ഥാനം. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം? പ്രോപ്പർട്ടി ആണല്ലോ. പ്രോപ്പർട്ടി ഏറ്റവും കൂടുതലുള്ളത് അമേരിക്കക്കാർ. ഓൾറെഡി നമുക്കറിയാം അല്ലേ, ജസ്റ്റ് നമുക്കറിയാവുന്നതാണ് അമേരിക്ക. ഓക്കെ, അമേരിക്കക്ക് ഏറ്റവും കൂടുതലാണ് ഫസ്റ്റ് അമേരിക്ക. അത് കണക്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാന്ന് തോന്നുന്നു. ഓക്കെ, ഫസ്റ്റ് അമേരിക്ക, ദെൻ സെക്കൻഡ് UK. സെക്കൻഡ് വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. ദെൻ ഇന്ത്യയുടെ സ്ഥാനം 42. ഈ 2 എങ്ങനെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും? ഇന്ത്യയിൽ ജനിച്ച ഒരാൾക്ക് എങ്ങനെയാണ് പ്രോപ്പർട്ടി കിട്ടുന്നത്? ജസ്റ്റ് തിങ്ക് ചെയ്യാൻ പറയുന്നത്. അച്ഛൻ്റെ വക ഒരു പ്രോപ്പർട്ടി, അമ്മേൻ്റെ വക ഒരു പ്രോപ്പർട്ടിയും കിട്ടുന്നത് ജസ്റ്റ് കണക്ട് ചെയ്യുക. അപ്പോൾ അച്ഛൻ്റെ വക 1, അമ്മേൻ്റെ വക 1 ആകുമ്പോൾ 1 2 2. അപ്പോൾ 42. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോൾ ഇൻ്റർനാഷണൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് 2024 ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടി ഉള്ളത് അമേരിക്കക്കാർക്കാണ് അല്ലേ. ഫസ്റ്റ് അമേരിക്ക, ദെൻ ഇന്ത്യക്കാർക്ക് എന്താണ്? 1 അച്ഛൻ്റെ വക 1, അമ്മയുടെ വക 1, അങ്ങനെ ടോട്ടൽ 2. അപ്പോൾ ഇന്ത്യ 42. ഓക്കെ, നെക്സ്റ്റ് പാസ്പോർട്ട് ഇൻഡെക്സ്. പാസ്പോർട്ട് ഇൻഡെക്സിൽ 2024 കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് വന്നിട്ടുള്ളത് കുറച്ച് രാജ്യങ്ങളുണ്ട്. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, സിംഗപ്പൂർ, സ്പെയിൻ. ഇവർക്കൊക്കെ ഫസ്റ്റ് കിട്ടിയതാണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇന്ത്യയുടെ സ്ഥാനം 85. എങ്ങനെ ആലോചിക്കാം? പാസ്പോർട്ട് ഒന്ന് മലയാളത്തിൽ എഴുതി കഴിഞ്ഞാൽ എങ്ങനെയാണ്? പാസ്പോർട്ട്. അപ്പോൾ 5 അക്ഷരമല്ലേ വരുന്നത്.
അപ്പോൾ 5, 85, ഇന്ത്യ 85. ഓക്കെ. നെക്സ്റ്റ് ഹാപ്പിനെസ് ഇൻഡെക്സ്. ഹാപ്പിനെസ് ഇൻഡെക്സ് 2024. 2023 സെയിം ആണ് കേട്ടോ. സെയിം, ഇന്ത്യയുടെ സ്ഥാനം സെയിം ആണ്, ഫസ്റ്റും സെയിം ആണ്. അതുകൊണ്ട് രണ്ടും ഒന്നിച്ച് തന്നിട്ടുള്ളത്. ഹാപ്പിനെസ് ഇൻഡെക്സ് പറയുമ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഫിൻലാൻഡ്, ഇന്ത്യ 126. ഇതിൽ ഫിൻലാൻഡ് എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് അല്ല, ഹാപ്പി, ഫൈൻ കണക്ട് ചെയ്തൂടെ, ഫൈൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ള ഫൈൻ ഫിൻലാൻഡ് എന്ന് കണക്ട് ചെയ്യുക. ദെൻ ഇന്ത്യയുടെ സ്ഥാനം, ഇന്ത്യ എപ്പോഴാണ് ഹാപ്പി ആവുക? 12ന്റെ പകുതി 6 ആകുമ്പോഴാണ് ഹാപ്പി ആവുക എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഇന്ത്യക്ക് എപ്പോഴാണ് 6ൽ കളിക്കുമ്പോഴാണ് ഹാപ്പി ആവുക എന്നൊക്കെ ഒന്ന് ജസ്റ്റ് വിചാരിക്കുക. 6ൽ പുഴയിൽ ഒക്കെ നമ്മൾ പോകുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ, പുറത്തൊക്കെ പോകുമ്പോൾ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് കണക്ട് ചെയ്ത് വെക്കുക. 12ന്റെ പകുതി അല്ലെങ്കിൽ 12ന്റെ പകുതി 6 ആകുമ്പോഴാണ് ഭയങ്കര ഹാപ്പി ആവുകയെന്ന് കണക്ട് ചെയ്യുക. അതാണ് ഹാപ്പിനെസ് ഇൻഡെക്സ് 2024. അല്ലെങ്കിൽ 2023 സെയിം ആണ്. ഫസ്റ്റ് ഫിൻലാൻഡും ഇന്ത്യ 126 റാങ്കും. ഓക്കെ. കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് 2024. അതായത് അഴിമതിയെ കുറിച്ചാണ് പറയുന്നത്. അഴിമതി ഏറ്റവും കുറച്ചുള്ളത്. ഓക്കെ. അതായത് ഫസ്റ്റ് ഡെൻമാർക്കാണ് അതിൽ വരുന്നത്. ഡെൻമാർക്ക്, ഇന്ത്യയുടെ സ്ഥാനം 93. ഇത് പറയുന്നത് വെച്ചാൽ അഴിമതി കൂടിയതല്ല, അഴിമതി കുറഞ്ഞ രാജ്യമാണ്. അതിൽ ഫസ്റ്റ് അഴിമതി കുറഞ്ഞ രാജ്യങ്ങളിൽ ഏറ്റവും ഫസ്റ്റാണ് ഡെൻമാർക്ക് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡെൻമാർക്ക്, ഇന്ത്യയുടെ സ്ഥാനം 93. അതെങ്ങനെ ഓർമ്മിച്ച് നോക്കാം? കറപ്ഷൻ അല്ലേ, കറപ്ഷൻ, അഴിമതി ഏറ്റവും കുറച്ചുള്ള രാജ്യങ്ങളിൽ 10ൽ 10 മാർക്ക് വാങ്ങിയതും ഡെൻമാർക്കാണ്. 10ൽ 10 മാർക്കും വാങ്ങിയത് ഡെൻമാർക്കാണ്. അതുകൊണ്ട് ഫസ്റ്റ് ഡെൻമാർക്ക് അങ്ങനെ കണക്ട് ചെയ്യാം. ദെൻ ഇന്ത്യയുടെ സ്ഥാനം 93. ഓക്കെ, അഴിമതി 93. അതിൻ്റെ കണക്ഷൻ എനിക്ക് കിട്ടിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് വാഡ റിപ്പോർട്ട്. ഫസ്റ്റ് വൺ റഷ്യ, സെക്കൻഡ് ഇന്ത്യ, തേർഡ് ചൈന. അതിൽ വാഡ റിപ്പോർട്ടിൽ ഫസ്റ്റ് റഷ്യ ആണ് കേട്ടോ, ഫസ്റ്റ് റഷ്യ. അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? ഞാൻ ഒരു ചെറിയൊരു കോഡുണ്ട്, വാഡ റിച്ചി. നമ്മൾ ഋഷി എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടെന്ന് വിചാരിക്കുക. വ്യക്തിനെ വാഡ ഋഷി എന്ന് പറയുന്ന പോലെ വാഡ റിച്ചി. അതാകുമ്പോൾ നമുക്ക് മൊത്തം കണക്ട് ചെയ്യാൻ പറ്റും. വാഡ എന്ന് പറയുമ്പോൾ വാഡ, WADA, വാഡ റിപ്പോർട്ട് എന്ന് മനസ്സിലാക്കുക. ദെൻ റിച്ചിയിൽ 6 റഷ്യ ഫസ്റ്റ്, ഇന്ത്യ. ഓക്കെ, ഇന്ത്യ സെക്കൻഡ്, സി എന്ന് പറയുന്നത് ചൈന. ഓക്കെ, തേർഡ്. അപ്പോൾ വാഡ റിച്ചി എന്നുള്ള കോഡ് കൊടുത്തു കഴിഞ്ഞാൽ വാഡ റിപ്പോർട്ട്, 6 റഷ്യ, ഇന്ത്യ, സി ചൈന. ഓക്കെ, കണക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ടോം ട്രാഫിക് സൂചിക. ടോം ട്രാഫിക് സൂചികയിൽ ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ളത് ലണ്ടനിലാണ്. അതിൽ ഇന്ത്യയിൽ 6ാമത്തെ സ്ഥാനത്ത് വരുന്നത് ഇന്ത്യയിലെ ബാംഗ്ലൂരു എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ ലണ്ടൻ. ഓക്കെ, ട്രാഫിക്കൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത് ലാൻഡിലല്ലേ, ഒരു ലാൻഡിലായിരിക്കും അല്ലേ, റോഡൊക്കെ ഒരു ലാൻഡിലല്ലേ നമ്മൾ റോഡൊക്കെ ഉണ്ടാക്കുന്നത്. ആ ലാൻഡിലായിരിക്കും ട്രാഫിക് ഭയങ്കര. ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്യുക, ലണ്ടൻ. ഓക്കെ, ഫസ്റ്റ് ലണ്ടൻ. 6th ആണ് ബാംഗ്ലൂരു. അത് കണക്ട് ചെയ്യുക. ട്രാഫിക് ഉണ്ടാകുന്നത് ബാങ്കിലാണ്. ഇന്ത്യയുടെ കാര്യത്തിലാണെങ്കിൽ ഇന്ത്യയിൽ ട്രാഫിക് ഉണ്ടാകുന്നത് ബാങ്കിലാണെന്ന്. ബാങ്കിലൊക്കെ നമ്മൾ പോയി ഭയങ്കര തിരക്കാണില്ലേ, അപ്പോൾ ബാങ്കിലാണ് ഇന്ത്യയിൽ ട്രാഫിക് ഉണ്ടാവുക. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുള്ളത് ബാംഗ്ലൂരാണ്. എന്നാൽ ടോം ട്രാഫിക് സൂചികയിൽ 6th ആണ് വരുന്നത് ബാംഗ്ലൂർ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ലണ്ടൻ, ലാൻഡ് ട്രാഫിക് കൂടുതലുണ്ടാകുന്നത് ലാൻഡിൽ. 6th ബാംഗ്ലൂരു. ഓക്കെ. സിറിയം ഓൺ ടൈം പെർഫോമൻസിൽ വരുന്നത് ഫസ്റ്റ് വൺ അവിയാൻക എയർലൈൻസ്, സെക്കൻഡ് അസൂൽ എയർലൈൻസ്, തേർഡ് ഖത്തർ എയർലൈൻസ്. ഓക്കെ, അപ്പോൾ ഇത് കണക്ട് ചെയ്യാനുള്ള ഒരു ചെറിയൊരു വാക്യമുണ്ട്. അപ്പോൾ കോഡ് എന്ന് പറഞ്ഞാൽ അവിഞ്ഞ അശുവിൻ്റെ അത്തർ. അപ്പോൾ അവിഞ്ഞ മീൻസ് അവിയാൻക എയർലൈൻസ്, അസൂൽ എയർലൈൻസ്, അത്തർ ഖത്തർ എയർലൈൻസ്. ഓക്കെ, അപ്പോൾ അവിഞ്ഞ അശുവിൻ്റെ അത്തർ. അപ്പോൾ ഇതാണ് ചെറിയൊരു കോഡാണ്. ഓക്കെ, അപ്പോൾ സിറിയമായിട്ട് കണക്ട് ചെയ്യാൻ എന്ത് ചെയ്യാം? അവിഞ്ഞ അശുവിൻ്റെ ചെറിയ
അത്തർ എന്ന് ആലോചിക്കുക. ചെറിയ, സിറിയ, ഓക്കെ, സിറിയം ഇങ്ങനെ കണക്ട് ചെയ്യുക. അപ്പോൾ അവിഞ്ഞ അശ്വിൻ്റെ അത്തർ, ഇതാണ് കോഡ് കേട്ടോ. നെക്സ്റ്റ് 2023 കണക്കുകളാണ് പറയുന്നത്. ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് 2003. ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് 2023. അതിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് അമേരിക്കയാണ്, സെക്കൻഡ് റഷ്യ. ഫയർ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈനിക ശക്തിയാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം സൈനിക ശക്തി ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? അമേരിക്കക്കായിരിക്കും അല്ലേ. അപ്പോൾ 2ാം സ്ഥാനം റഷ്യയാണ്, 4ാം സ്ഥാനമാണ് ഇന്ത്യ കേട്ടോ. ഇതിൽ 4ാം സ്ഥാനമാണ് ഇന്ത്യ വരുന്നത്. അപ്പോൾ ഇതിൽ ഇന്ത്യ എഴുതിയിട്ടില്ല അല്ലേ. അപ്പോൾ നിങ്ങളതൊന്ന് ജസ്റ്റ് എഴുതി വെക്കുക. അപ്പോൾ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് 2023 പ്രകാരം ലോകത്തിലെ ഏറ്റവും സൈനിക ശക്തിയുള്ള രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ് കേട്ടോ. ഓക്കെ, അമേരിക്ക, 2ാം സ്ഥാനം റഷ്യ, 4ാം സ്ഥാനം ഇന്ത്യ. അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യാം? അപ്പോൾ ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് സൈനിക ശക്തിയുള്ള രാജ്യമല്ലേ. ഫയർ പവർ പറയുമ്പോൾ പവർ, സൈനികം, ഒക്കെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാം. സൈനിക ശക്തി നോക്കുന്ന സമയത്ത് സൈനികന്മാരൊക്കെ ഈ പ്രളയമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്താ ചെയ്യുക? അവർ ഹെലികോപ്റ്ററിൽ വന്നിട്ട് അരിയൊക്കെ തരുമല്ലേ, അരിയൊക്കെ വിതരണം ചെയ്യുന്നു. ജസ്റ്റ് കണക്ട് ചെയ്യുക സൈനികം. ഓക്കെ, അപ്പോൾ അങ്ങനെ അരിയായിട്ട് കണക്ട് ചെയ്യുക. അരി എന്ന് പറഞ്ഞാൽ എ അമേരിക്ക, ആർ റഷ്യ, ഐ ഇന്ത്യ. അപ്പോൾ ഫസ്റ്റ് അമേരിക്ക, സെക്കൻഡ് റഷ്യ, 4th വൺ ഇന്ത്യ. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിലൊരു കാര്യം കൂടി ഓർമ്മിക്കേണ്ട കാര്യമുണ്ട്. ഏറ്റവും സൈനിക ശക്തി കുറഞ്ഞ രാജ്യം എന്ന് പറയുന്നത് ഭൂട്ടാനാണ് കേട്ടോ. അത് 145ാം സ്ഥാനമാണ്. സ്ഥാനം നിങ്ങൾ നോക്കണ്ട, ഏത് രാജ്യമാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. ഏറ്റവും സൈനിക ശക്തി കുറഞ്ഞ രാജ്യം ഭൂട്ടാനാണ്. ഓക്കെ, നെക്സ്റ്റ് ഡിജിറ്റൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്. ഡിജിറ്റൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സിൽ ഫസ്റ്റ് വരുന്നത് ഫ്രാൻസ്, ഇന്ത്യയുടെ സ്ഥാനം 52. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് 2 ഫാൻസ് ജസ്റ്റ് ആലോചിക്കുക. ഓക്കെ, ഡിജിറ്റൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ് അല്ലേ, ഡിജിറ്റൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്. അപ്പോൾ ഡിജിറ്റൽ ക്വാളിറ്റിക്ക് എത്ര ഫാൻസ് ഉണ്ട്? 2 ഫാൻസ്. ഡിജിറ്റൽ, ഡിജി, ഡിജി. ഓക്കെ, വിജി എന്ന് പറയുന്ന ഒരു പേരായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ വിജിക്ക് എത്ര ഫാൻസ് ഉണ്ട്? 2 ഫാൻസ് ഉണ്ട് എന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ 2 മീൻസ് ഇന്ത്യയുടെ 52, 2 ഫാൻസ് അല്ല. അപ്പോൾ ഫാൻസ്, ഫ്രാൻസ്, ഫസ്റ്റ് വൺ ഫ്രാൻസ് ആണെന്ന് ആലോചിക്കുക. ദെൻ ആർക്കാണ്? ഡിജിക്കാണ്, വിജിക്കാണ് 2 ഫാൻസ്. അപ്പോൾ വിജിക്ക് പറയുമ്പോൾ അത് നമ്മൾ ഡിജിയുമായിട്ട് കണക്ട് ചെയ്യുക. ഡിജിറ്റൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ആ മൊത്തം കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ പറയാം വിജിക്ക് 2 ഫാൻസ്. ആയിരിക്കും വിജിക്ക് 2 ഫാൻസ്. വിജി മീൻസ് ഡിജിറ്റൽ ക്വാളിറ്റി. 2 ഇന്ത്യയുടെ സ്ഥാനം 2, 52. ഫസ്റ്റ് വൺ ഫ്രാൻസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് 2023. ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് 2023 അതെങ്ങനെ കണക്ട് ചെയ്യാം? ഫസ്റ്റ് സ്വിറ്റ്സർലാൻഡാണ്, ഇന്ത്യയുടെ സ്ഥാനം 40. അപ്പോൾ ഗ്ലോബൽ ഇന്നോവേഷൻ, ഓക്കെ, ഇന്നോവയായിട്ട് കണക്ട് ചെയ്തോടെ. ഇന്നോവ പോലെ ഒരു കാറാണ് ഇത്, ഷിഫ്റ്റ് കാർ അല്ലേ. അപ്പോൾ ഷിഫ്റ്റ്, സ്വിറ്റ്സർലാൻഡ്, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഗ്ലോബൽ ഇന്നോവ ഇൻഡെക്സ് അല്ലേ, ഇന്നോവേഷൻ ഇൻഡെക്സ് ആകുമ്പോൾ ഇന്നോവ. അപ്പോൾ ഫസ്റ്റ് ഇന്നോവേനെ പോലുള്ള ഷിഫ്റ്റ് കാറ്, സ്വിറ്റ്സർലാൻഡ്. അപ്പോൾ ഇന്ത്യയിൽ എങ്ങനെയാണ്? ഇന്ത്യയിലെ ഷിഫ്റ്റ് കാറിനൊക്കെ ഇന്ത്യയിലെ ഇന്നോവ കാറിനൊക്കെ എങ്ങനെയാണ്? 4 ടയർ ഉണ്ടാവും, ഒരു സ്റ്റെപ്പിനി ടയറും ഉണ്ടാവും അല്ലേ. ഒക്കെ അങ്ങനെ കണക്ട് ചെയ്യാം. 40. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് 2023 ഫസ്റ്റ് വരുന്നത് സ്വിറ്റ്സർലാൻഡ്, ഇന്ത്യ 40. ഓക്കെ, നെക്സ്റ്റ് വൺ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 2023 ഫസ്റ്റ് വരുന്നത് ബലാറസ്, ഇന്ത്യയുടെ സ്ഥാനം 111. കണക്ട് ചെയ്യാനുള്ളത് ഹങ്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിശപ്പ്. അപ്പോൾ വിശപ്പ് ഭയങ്കര വിശപ്പുണ്ടാകുമ്പോൾ നമുക്ക് എന്താവും? നമ്മൾ ബലം ഇല്ലാണ്ടാവും അല്ലേ. നമ്മൾ ഫുഡ് കഴിച്ചാൽ നമുക്ക് ബലം ഉണ്ടാവും. അപ്പോൾ ഹങ്കറി വിശപ്പുണ്ടാകുമ്പോൾ ബലം ഇല്ലാണ്ടാവും. അപ്പോൾ ബലാറസ്, ഫസ്റ്റ് ബലാറസ്. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം 111. ഇന്ത്യക്കാരൊക്കെ എന്തായിരുന്നു? ഹങ്കറി, വിശപ്പ് സഹിച്ച് ഇങ്ങനെ കോല് പോലെ ആവും ആലോചിക്കുക. കോല് പോലെ, ഒന്ന് കോല് പോലെ ആവും. അപ്പം ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 2023 ഫസ്റ്റ് ബലം ഇല്ലാണ്ട് ബലാറസ് ആവും. ഇന്ത്യക്കാരൊക്കെ പോലെ ആവും, 111.
നെക്സ്റ്റ് ഗ്ലോബൽ ടാലൻറ്റ് കോമ്പറ്റേറ്റീവ്നെസ് ഇൻഡെക്സ് 2023. ഫസ്റ്റ് സ്വിറ്റ്സർലൻഡാണ്, ഇന്ത്യയുടെ സ്ഥാനം 103. അപ്പോൾ എങ്ങനെ ആലോചിക്കാം, ഗ്ലോബൽ ടാലൻറ്റ്, ഓരോരുടെ ടാലൻ്റ് അല്ലേ, ഷിഫ്റ്റ് കാരൊക്കെ ഉണ്ടാക്കുന്ന ഓരോ ടാലൻറ്റ്, അല്ലെങ്കിൽ സ്വീറ്റ്സ് ഒക്കെ ഇങ്ങനെ അറേഞ്ച്, നമ്മൾ യൂട്യൂബിലൊക്കെ കാണല്ലോ ഓരോ വീഡിയോസ്, സ്വീറ്റ്സൊക്കെ ഓരോ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട്, അതൊക്കെ ഒരു ടാലൻ്റ് അല്ലേ. അപ്പോൾ ഗ്ലോബൽ ടാലൻറ്റ് കോമ്പറ്റേറ്റീവ്നെസ് ഇൻഡെക്സ് 2023 ഫസ്റ്റ് എന്താണ് പറയുന്നത്, സ്വിറ്റ്സർലാൻഡ്. സ്വീറ്റ്സൊക്കെ ടാലൻ്റായിട്ട്, ഭയങ്കര ടാലൻ്റായിട്ട് ഓരോ അറേഞ്ച് ചെയ്ത് വെക്കും. ഓക്കെ, അങ്ങനെ ജസ്റ്റ് കണക്ട് ചെയ്യുക. അപ്പോൾ സ്വിറ്റ്സർലാൻഡ്. ഇന്ത്യയിൽ 103. ഇന്ത്യയിൽ 103 അങ്ങനെ ഓർമ്മിക്കാം, 3 അപ്പോൾ ടാലൻറ്റ്, ഇങ്ങനെ ടാലൻറ്റ് 3 അക്ഷരമല്ലേ വരുന്നത്, അപ്പോൾ അങ്ങനെ 3. അപ്പോൾ ഇന്ത്യയിൽ 103. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാം. നെക്സ്റ്റ് സ്വച്ഛ് വായു സർവേക്ഷൺ 2023, അതായത് ക്ലീൻ എയർ സർവേ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. സ്വച്ഛ് വായു സർവേക്ഷൺ 2023. അപ്പോൾ അതിൽ 3 ഭാഗമായിട്ടാണ് പറയുന്നത്. 10 ലക്ഷത്തിൽ കൂടുതൽ ജില്ലയിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഇൻഡോറാണ്. 3 to 10 ലക്ഷം ജനങ്ങളുള്ള സ്ഥലങ്ങളിൽ വന്നിട്ടുള്ളത് അമരാവതി. 3 ലക്ഷത്തിൽ കുറവ് ജനസംഖ്യയുള്ള സ്ഥലങ്ങളിൽ വന്നിട്ടുള്ളത് പർവൻ. പർവൻ എന്നും പറയാറുണ്ട്, പർവരു എന്നും പറയാറുണ്ട് കേട്ടോ. പർവൻ ഹിമാചൽ പ്രദേശിലുള്ള സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യാം? അപ്പോൾ ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് ഇന്ന് അമ്മ വന്നു, ഇന്ന് അമ്മ വന്നു, ഇന്ന് ഇൻഡോറ്, അമരാവതി അമ്മ, പർവനു വന്നു, പർവനു വന്നു. ഓക്കെ, ഇന്ന് അമ്മ വന്നു. അപ്പോൾ ജസ്റ്റ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സ്വച്ഛ് വായു സർവേക്ഷണാണ്, അതായത് ക്ലീൻ എയർ സർവേ, ക്ലീൻ എയർ, എയർ. ഓക്കെ, ഇൻഡോറ് അമരാവതി പർവനു. 10 ലക്ഷത്തിൽ കൂടുതൽ ഇൻഡോറ്, 3 to 10 ലക്ഷത്തിൽ കുറവ് ജനസംഖ്യയുള്ള സ്ഥലത്തിൽ അമരാവതി, 3 ലക്ഷത്തിൽ കുറവ് ജനസംഖ്യയുള്ള സ്ഥലത്ത് പർവനു. ഇന്ന് അമ്മ വന്നു. ജസ്റ്റ് ആ ഒരു രീതിയിൽ തന്നെ കണക്ട് ചെയ്യാൻ നോക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് 2023. അതിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഐസ്ലാൻഡ്, ഇന്ത്യ 127. ഓക്കെ, ഇതെങ്ങനെയാണ് പറയുക, ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് അല്ലേ. ഓക്കെ, ജെൻഡർ ഗ്യാപ്പ് ആണ് ഐസ്ലാൻഡ്. ഐസ്ലാൻഡ് പറയുമ്പം തണുപ്പുള്ള സ്ഥലങ്ങൾ, ഐസ് തണുപ്പുള്ള സ്ഥലമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാമല്ലോ. തണുപ്പുള്ള സ്ഥലങ്ങളിൽ ജെൻഡർ ഗ്യാപ്പ് ഉണ്ടാവില്ല, അതായത് എല്ലാവരും മുട്ടിമുട്ടിയാണ് നിൽക്കുക, തണുപ്പല്ലേ. അപ്പോൾ ഇങ്ങനെ മുട്ടിയാണ് നിൽക്കുക, ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഐസ്ലാൻഡ് വരും. ഓക്കെ, ഇന്ത്യ 127ആണ്, ഇന്ത്യ 127. അപ്പോൾ 127 എങ്ങനെ ആലോചിക്കുക? അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുള്ളത് ജെൻഡർ ഗ്യാപ്പ് അല്ലേ. അപ്പോൾ ഇന്ത്യയിൽ ജെൻഡർ ഗ്യാപ്പ്, ജനങ്ങളെ ഗ്യാപ്പ് ഇടുമ്പം ഒരു മഴുവിൻ്റെ അകലം ഉണ്ടാവുന്നു. ഒരു മഴു 7, മഴു അഴ കണക്ഷനില്ലേ, മഴു 7, ഒരു മഴുവിൻ്റെ ഗ്യാപ്പ് ഉണ്ടാവുമെന്ന് വിചാരിക്കുക. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് 2023 ഫസ്റ്റ് ഐസ്ലാൻഡാണ്, അതായത് ജെൻഡർ ഗ്യാപ്പ് ഇല്ലാണ്ട്. അപ്പോൾ ഐസിലെ സ്ഥലത്ത് ഭയങ്കര തണുപ്പായിരിക്കില്ലേ, അപ്പോൾ എല്ലാവരും മുട്ടിയാണ് നിൽക്കുക എന്ന് ആലോചിക്കുക. അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഐസ്ലാൻഡ്. ദെൻ ഇന്ത്യയിൽ 127. ഇന്ത്യയിൽ ജെൻഡർ ഗ്യാപ്പ് ഒരു മഴുവിൻ്റെ അകലായിരിക്കും എന്ന് വിചാരിക്കാം. മഴു ഒരു 7 പോലല്ലേ മഴു ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഒരു മഴുവിൻ്റെ അകലായിരിക്കും ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 7 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ആഗോള സമാധാന സൂചിക 2023. ഫസ്റ്റ് ഐസ്ലാൻഡ്, ഇന്ത്യയിൽ 126ാമത്തെ സ്ഥാനം. ഓക്കെ, അപ്പോൾ ആഗോള സമാധാന സൂചികയല്ലേ. അപ്പോൾ സമാധാനം നമുക്ക് എപ്പോഴാണ് വരുന്നത്, നമ്മൾ ചൂടായിട്ട് വെക്കുമ്പോൾ കുറച്ചൊരു ഐസ്, തണുത്ത സാധനം അല്ലെങ്കിൽ തണുത്ത വെള്ളമൊക്കെ നമുക്ക് കുടിക്കുമ്പോൾ ഭയങ്കര സമാധാനം, റിലാക്സേഷൻ ഉണ്ടാവില്ലേ. അപ്പോൾ സമാധാനം, ഐസുള്ള സ്ഥലത്ത് ഭയങ്കര സമാധാനമാണെന്ന് വിചാരിക്കുക. ഫസ്റ്റ് ഐസ്ലാൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 126. ഇന്ത്യക്കാരെന്താണ് സമാധാനം കിട്ടുന്നത്, 12ന്റെ പകുതി 6 ആയതുകൊണ്ട് സമാധാനം കിട്ടുന്ന ആലോചിക്കുക. ഇല്ലെങ്കിൽ സമാധാനം കിട്ടുക, നമ്മൾ വീട്ടിലൊക്കെ നിന്ന് സമാധാനം കിട്ടുന്നത് നമ്മൾ എന്ത് ചെയ്യും, വല്ല പുഴയിലോ ആറിലോ പോവും എന്ന് വിചാരിക്കുക. 6 പോയി കഴിഞ്ഞാൽ ഭയങ്കര സമാധാനം കിട്ടുന്ന ആലോചിക്കുക. ഓക്കെ, അപ്പോൾ ആഗോള സമാധാന സൂചിക ഫസ്റ്റ് ഐസ്ലാൻഡാണ്. ഐസുള്ള സ്ഥലത്ത് ഭയങ്കര സമാധാനമാണെന്ന് ആലോചിക്കുക. ഐസ് ഇടുമ്പോൾ ഒക്കെ ഭയങ്കര സമാധാനം, കൂളാവില്ലേ നമ്മൾ. ഓക്കെ, ദെൻ ഇന്ത്യയിൽ 126, 6 പോയാൽ ഭയങ്കര സമാധാനമാണെന്ന് വിചാരിക്കുക ഇന്ത്യക്കാർക്ക്. നെക്സ്റ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക്. അതിൽ ഓവറോൾ ലെവലിൽ ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് IIT മദ്രാസ് ആണ്. സെക്കൻഡ് IIS ബാംഗ്ലൂരു. അതിൽ കേരള യൂണിവേഴ്സിറ്റിക്ക് 47ാം സ്ഥാനമാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ കോഡ് ഞാൻ ആദ്യം പറയാം.
എം ടി ബസ് 7 days. അതായത് എം ടിയുടെ ബസ് 7 ദിവസം ഓടുന്ന ആലോചിക്കാം. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാകുമ്പം 7 ദിവസം പ്രവർത്തിക്കുന്ന ജസ്റ്റ് കണക്ട് ചെയ്യുക. ഇൻസ്റ്റിറ്റ്യൂട്ട് ആകുമ്പോൾ അവിടെ എം ടി ഉണ്ടാവും, സ്വാഭാവികമായിട്ട് അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ബസ് ഉണ്ടാവും അല്ല. എം ടീൻ്റെ ബസ് 7 ദിവസം ഓടുന്നു വിചാരിക്കുക. അപ്പോൾ എം ടി എന്ന് പറഞ്ഞിട്ടുള്ളത് IIT മദ്രാസ്. ഇതിലെ ടിയും എമ്മും ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അല്ലെ എം ടി ഇത് തിരിച്ചൊന്ന് വായിക്കാം കേട്ടോ. എം ടി അപ്പോൾ എം ടി അല്ലേ, എം ടി അപ്പോൾ IIT മദ്രാസ് എന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് ബസ് അതുപോലെ തിരിച്ച് വായിക്കുക. BA അല്ലേ, ബസ് ബാംഗ്ലൂരു IIS ബാംഗ്ലൂരു രണ്ടാമത്തെ കണക്ട് ചെയ്യുക. അപ്പോൾ എന്താ പറഞ്ഞത്, എം ടിയുടെ ബസ് 7 ദിവസം ഓടും. എവിടെയാണ്? ഓവറോളായിട്ടാണ് ഓടുന്നത് കേട്ടോ. ഓവറോളായിട്ടാണ് ഓടുന്നത് 7 days. അപ്പോൾ 7 days എന്ന് പറയുമ്പം കേരള യൂണിവേഴ്സിറ്റിയുടെ 47ാമത്തെ സ്ഥാനത്തെയാണ്. അതിൽ 7 ഞാൻ 7 days-ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. കേരള യൂണിവേഴ്സിറ്റി 47 ഓക്കെ. അപ്പോൾ ഒന്നുകൂടി പറയാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക് ഓവറോൾ വിഭാഗത്തിൽ ഫസ്റ്റ് IIT മദ്രാസ്, സെക്കൻഡ് IIS ബാംഗ്ലൂരു, കേരള യൂണിവേഴ്സിറ്റിക്ക് 47ാമത്തെ സ്ഥാനം. കോഡ് എം ടിയുടെ ബസ് 7 ദിവസം ഓടും. ഓക്കെ, ഓവറോളായിട്ട് ഓടും. എല്ലാ സ്ഥലത്തും ഓടുന്നു എഴുതിക്കാം. എം ടിയുടെ ബസ് എല്ലാ സ്ഥലത്തും ഓടും. ഓക്കെ. നെക്സ്റ്റ് യൂണിവേഴ്സിറ്റി വിഭാഗത്തിൽ ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് IIS ബാംഗ്ലൂരു, സെക്കൻഡ് JNU, തേർഡ് അല്ല കേരളത്തിൽ നിന്ന് കേരള യൂണിവേഴ്സിറ്റി 24ാമത്തെ സ്ഥാനമാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കോഡ് ബസ് JNU 4. അപ്പോൾ മുകളിൽ എം ടിയുടെ ബസ്സാണ്, ഇവിടെ താഴെ ആരുടെ ബസ്സാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ ബസ്സാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ബസ് 4 ദിവസം മാത്രമേ ഓടൂ. ഓക്കെ. എം ടിയുടെ ബസ് 7 ദിവസം ഓടും. ജവഹർലാൽ നെഹ്റുവിൻ്റെ ബസ് 4 ദിവസം മാത്രമേ ഓടൂ. ഓക്കെ, ജസ്റ്റ് കണക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ ബസ് എന്ന് പറയുന്നത് IIS ബാംഗ്ലൂരു. ദെൻ JNU എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഇല്ലേ, അതിനാണ് യൂസ് ചെയ്യുന്നത്. ദെൻ 4 എന്ന് പറയുന്നത് കേരള യൂണിവേഴ്സിറ്റീൻ്റെ 24th ഓക്കെ, 24ാമത്തെ റാങ്കാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യാം. ഒന്നുകൂടി പറയാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക് ഓവറോൾ ഫസ്റ്റ് IIT മദ്രാസ്, സെക്കൻഡ് IIS ബാംഗ്ലൂരു, കേരള യൂണിവേഴ്സിറ്റിക്ക് 47ാമത്തെ സ്ഥാനമാണ്. ഓവറോളിലാണ് പറയുന്നത്. ഓവറോളിൻ്റെ കോഡ് എന്ന് പറയുന്നത് എം ടിയുടെ ബസ് 7 ദിവസം ഓടും. ഓക്കെ. ഇനി യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ യൂണിവേഴ്സിറ്റി വിഭാഗത്തിൽ ഫസ്റ്റ് IIS ബാംഗ്ലൂരു, സെക്കൻഡ് JNU, കേരള യൂണിവേഴ്സിറ്റിയുടെ സ്ഥാനം 24th. ഓക്കെ. അത് ഇവിടെ എന്താണെന്ന് പറയുന്നത് JNU, അത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ബസ്സാണ്. ഇവിടെ ബസ്സാണ് ഫസ്റ്റ് വരുന്നത് കേട്ടോ. ബസ് ജവഹർലാൽ നെഹ്റുവിൻ്റെത് 4 ദിവസം ഓടും. ഓക്കെ. ഓക്കെ, അവസാനത്തെ സ്ലൈഡിലേക്ക് നമുക്ക് പോകാം. ആഗോള മത്സരക്ഷമതാ സൂചിക 2023 മത്സരക്ഷമതയാണ്. അപ്പോൾ ഫസ്റ്റ് ഡെൻമാർക്ക്, ഇന്ത്യ 40. എങ്ങനെ കണക്ട് ചെയ്യാം? ആഗോള മത്സരക്ഷമതയാകുമ്പോൾ മത്സരമല്ലേ, അപ്പോൾ മത്സരത്തിൽ 10ൽ 10 മാർക്കും കിട്ടിയത് ഡെൻമാർക്കിനാണ്. അതുകൊണ്ട് അത് ഫസ്റ്റ്. ഓക്കെ, 10ൽ 10 മാർക്ക് കിട്ടിയ ഡെൻമാർക്കിനാണ് അത് ഫസ്റ്റ് ഡെൻമാർക്ക്. ഇന്ത്യക്ക് 0 മാർക്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇന്ത്യ 0.40. മത്സരത്തിൽ ഇന്ത്യക്ക് 0.40. ആഗോള മത്സരക്ഷമതാ സൂചിക ഫസ്റ്റ് ഡെൻമാർക്ക്, ഇന്ത്യ 40. ദെൻ സെക്കൻഡ് വൺ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് 2023. എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ്, എനർജി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്വീഡനാണ്, ഇന്ത്യക്ക് 67. അപ്പോൾ എനർജി എങ്ങനെ കണക്ട് ചെയ്യാം? ഫസ്റ്റ് സ്വീഡൻ അല്ലേ. സ്വീഡൻ എന്ന് പറയുമ്പോൾ സ്വീറ്റ്സ് ഒക്കെ തിന്നു കഴിഞ്ഞാൽ ഭയങ്കര എനർജിയാണെന്ന് കണക്ട് ചെയ്യുക. സ്വീറ്റ്സ് എന്ന് പറയുമ്പോൾ സ്വിറ്റ്സർലാൻഡുമായിട്ട് നിങ്ങൾ മാറരുത്, അത് ശ്രദ്ധിക്കണം. സ്വീറ്റ്സ് പറയുമ്പോൾ ഓക്കെ, സ്വിറ്റ്സർലാൻഡുമായിട്ട് മാറരുത്, സ്വീഡനാണ് ഇവിടെ, സ്വീഡൻ. അപ്പോൾ സ്വീറ്റ്സ് ഒക്കെ തിന്നിട്ട് ഇങ്ങനെ ആടി നടക്കുന്നോ, ഡെൻഡെന്നാക്കി നടക്കുന്നോ, അങ്ങനെ എന്തെങ്കിലും ചിന്തിക്കുക. നിങ്ങളൊരു ഓപ്ഷൻ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ആക്കി വെക്കുക. ഓക്കെ. അപ്പോൾ എനർജി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്വീറ്റ്സ് ഒക്കെ തിന്നിട്ട് എനർജറ്റിക് ആവുന്നത് ഫസ്റ്റ് സ്വീഡൻ. ദെൻ ഇന്ത്യക്കാരെങ്ങനെയാണ് എനർജറ്റിക് ആവുക? ഇന്ത്യക്കാർ എനർജറ്റിക് ആവുന്നത് കൈക്കോട്ട് അല്ലെങ്കിൽ മഴുവൊക്കെ എടുത്ത്, മഴുവൊക്കെ 7 പോലെയല്ലേ, 7 പോലെയുള്ള മഴുവൊക്കെ എടുത്തിട്ട് പിന്നെ പണിയൊക്കെ എടുക്കുമ്പോഴാണ് ഇന്ത്യക്കാർ എനർജറ്റിക് ആവുന്നത് എന്ന് വിചാരിക്കുക. ഓക്കെ, ഒന്നുകൂടെ പറയാം. എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് 2023 ഫസ്റ്റ് സ്വീഡനാണ്. സ്വീറ്റ്സ് ഒക്കെ തന്നിട്ട് അല്ലേ, ഫസ്റ്റ് സ്വീഡൻ. ഇന്ത്യക്കാരാകുമ്പോൾ എനർജി വെക്കുന്നത്
മഴുവൊക്കെ എടുത്ത് പണിയൊക്കെ എടുക്കുമ്പോഴാണ്, 7 പോലത്തെ മഴുവൊക്കെ എടുത്ത് പണിയെടുക്കുമ്പോഴാണ് എന്താ പറയുക എനർജറ്റിക് ആവുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. നെക്സ്റ്റ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് അതിൽ ഫസ്റ്റ് വരുന്നത് നോർവേ, ഇന്ത്യയുടെ സ്ഥാനം 161. പ്രസ് ഫ്രീഡം ഇൻഡെക്സ് പറഞ്ഞാൽ പ്രസ് നമ്മുടെ മാധ്യമമൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പത്രം പേപ്പറൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേപ്പറൊക്കെ വരുന്നത് നേരത്തെ വരുന്നാലേക്ക്. അപ്പോൾ ഫസ്റ്റ് നോർവേ, നേരത്തെ നമ്മുടെ വഴിയിലേക്കൂടെ വരും അല്ലേ, നേരത്തെ വരും നോർവേ. ഓക്കെ, ദെൻ ഇന്ത്യയുടെ സ്ഥാനം 161. ഇന്ത്യയുടെ സ്ഥാനം 161. ഇന്ത്യയിൽ ഫസ്റ്റ് വരുന്നത് പേപ്പർ അതെന്നായിരിക്കും, ഫസ്റ്റ് ഒന്നാമത് വരുന്നത്, അല്ലെങ്കിൽ നമ്പർ 1 എന്നുള്ളൊരു ഒരു ഇതെടുക്കുക. ഓക്കെ, നമ്പർ 1 ആകുമ്പോൾ പ്രസ് ഫ്രീഡം ഇൻഡെക്സ്, പ്രസ് അല്ലെങ്കിൽ മാധ്യമം പേപ്പർ എന്നൊക്കെ പറഞ്ഞാൽ നമ്പർ 1 ആണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 കണക്ട് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. നമ്പർ 1 അല്ലേ, അപ്പോൾ NO എന്നുള്ളത് നോർവേ ആണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത്. 1 എന്ന് പറയുന്നത് ഇന്ത്യയിൽ 161, ആ 1 ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് 2023. ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് 2023. ടെററിസം അതിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ 13ാമത്തെ സ്ഥാനമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കണക്ഷൻ എന്ന് പറയുന്നത് 3 ഓഫ് എന്നാണ് പറയുന്നത്, 3 ഓഫ്. അപ്പോൾ 3 എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്ഥാനത്തെയാണ്, 3 13. ഓക്കെ, ഈ ഓഫ് എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, അപ്പോൾ ഈ ടെററിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ 3 പ്രാവശ്യം ഓഫ് ആവുമെന്ന് വിചാരിക്കുക. ടെററിസം അല്ലേ, ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ്. അപ്പോൾ ടെററിസം പറയുമ്പോൾ ഈ ടെററിസ്റ്റിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ 3 പ്രാവശ്യം ഓഫ് ആവുമെന്ന് വിചാരിക്കുക. 3 പ്രാവശ്യം ഓഫ് ആവും. 3 മീൻസ് 13, ഇന്ത്യയുടെ സ്ഥാനം 13ആണ്. ഓഫ് മീൻസ് അഫ്ഗാനിസ്ഥാനെയാണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് 2 കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ഒന്നും കൂടി ഒന്ന് റിവിഷൻ ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ ഓർമ്മയുണ്ടോയെന്നൊന്ന് നോക്കുക. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് 2023. ഓക്കെ, എയർ ക്വാളിറ്റിയിൽ നമ്മൾ പിക്ചർ കണ്ടിട്ട് വേണം പഠിക്കാൻ. എന്താണ് ഫസ്റ്റ് ബംഗ്ലാദേശ്, സെക്കൻഡ് പാകിസ്ഥാൻ, തേർഡ് ഇന്ത്യ. ഓക്കെ, then മാനവ വികസന സൂചിക 2023-24. അതിൽ ഫസ്റ്റ് സ്വിറ്റ്സർലാൻഡാണ്. മനുഷ്യൻ വികസിക്കുമ്പോൾ എന്താണ് സ്വീറ്റ്സ് കഴിച്ചാണ് തടിച്ച് വരുന്നതെന്നോ, സ്വീറ്റ്സ് കഴിച്ചാൽ വികസിക്കുന്ന ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. രണ്ടാമത്തെ നോർവേ ആണ്. ഇന്ത്യയുടെ സ്ഥാനം 134. ഓക്കെ, നെക്സ്റ്റ് ഇൻ്റർനാഷണൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് ഓർമ്മയുണ്ടല്ലോ. പ്രോപ്പർട്ടി പറയുമ്പോൾ അമേരിക്ക, ഫസ്റ്റ് അമേരിക്കയായിരിക്കും. ഇന്ത്യയിൽ ആർക്കൊക്കെ കിട്ടുക, ഒന്നുകിൽ അമ്മയുടെ ഒരു സ്ഥലം, അച്ഛൻ്റെ ഒരു സ്ഥലം, അങ്ങനെ 2 സ്ഥലമാണ് കിട്ടുകയെന്നും പറഞ്ഞു. ദെൻ പാസ്പോർട്ട് ഇൻഡെക്സിൽ ഫസ്റ്റ് ഒരുപാട് കിട്ടിയിട്ടുണ്ട് അല്ലേ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, സിംഗപ്പൂർ, സ്പെയിൻ. ദെൻ തേർഡ് വൺ ഇന്ത്യക്ക് 85 ഓർമ്മയുണ്ടല്ലോ. പാസ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ അക്ഷരങ്ങളൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ദെൻ തേർഡ് വൺ ഹാപ്പിനെസ് ഇൻഡെക്സ് 2024-23 സെയിം ആണെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഹാപ്പിനെസ് ആകുമ്പോൾ ഫിൻലാൻഡ്, ഇന്ത്യക്ക് 126, 12ൻ്റെ പകുതി 6 ആയതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണെന്ന് വിചാരിക്കുക. ദെൻ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് 2024. എന്താണ് അഴിമതി കുറച്ചുള്ളത്, 10ൽ 10 മാർക്കുള്ളത് ഡെൻമാർക്കാണ്, ഇന്ത്യ 93. ദെൻ വാഡ റിപ്പോർട്ടിൽ നമ്മൾ പറഞ്ഞു, വാഡ റിച്ച് എന്നുള്ള കോള് പറഞ്ഞു. ദെൻ ടോട്ടം ട്രാഫിക് സൂചിക, അതിൽ ടോം ട്രാഫിക് സൂചിക, ട്രാഫിക് ലാൻഡിൽ അല്ലെ ലണ്ടൻ, ബാങ്കിൽ ഇന്ത്യയിൽ, അപ്പോൾ ബാങ്കിൽ ബാംഗ്ലൂരു. ഓക്കെ, നെക്സ്റ്റ് സിറിയം ഓൺ ടൈം പെർഫോമൻസ് എന്താ പറഞ്ഞത്, അവിഞ്ഞ അശു ചെറിയ അത്തർ അല്ലേ, അവിഞ്ഞ അശുവിന് ചെറിയ അത്തർ. ഓക്കെ, അപ്പോൾ അവിഞ്ഞ അവിയാൻക എയർലൈൻസ്, അശൂർ എയർലൈൻസ്, ഖത്തർ എയർലൈൻസ്. ഓക്കെ, ഇതൊക്കെ മറക്കരുത്, എല്ലാം പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ് ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് മീൻസ് നല്ല മിലിറ്ററി പവറാണ് പറയുന്നത്. ഫസ്റ്റ് അമേരിക്ക, ഇത് കോഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അരി അമേരിക്ക, റഷ്യ. 4th വണ്ണാണ് ഇന്ത്യ. ഓക്കെ, 4th ഇന്ത്യ. ഏറ്റവും കുറവ് ഫയർ പവറിൽ ഏറ്റവും കുറവുള്ളത് ആർക്കാണ്, ഭൂട്ടാനാണ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിജിറ്റൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്. ഡിജിറ്റൽ ക്വാളിറ്റി വിജി അല്ലേ, വിജി എന്താ പറഞ്ഞത്, വിജിക്ക് 2 ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ, വിജിക്ക് 2 ഫാൻസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് ഇന്നോവ കാറിനെ പോലെ സ്വിഫ്റ്റ് കാർ, ഫസ്റ്റ് സ്വിറ്റ്സർലാൻഡ്, പിന്നെ ഇന്ത്യയുടെ 40ാമത്തെ സ്ഥാനമാണെന്ന് പറഞ്ഞു. ദെൻ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 2023. ഹങ്കർ ആകുമ്പോൾ വിശപ്പ് അല്ലേ, വിശപ്പ് വരുമ്പോൾ ബലമില്ലാണ്ടാവും, ബെലാറസ്. ഇന്ത്യയിൽ വിശപ്പ് വന്നൊരു 1 പോലെയാവുന്ന അറിയിക്കുക. ദെൻ
ഗ്ലോബൽ ടാലൻറ്റ് കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സ് 2023 ടാലൻ്റ് ആകുമ്പോൾ എന്ത് ടാലൻ്റ് ആണ്? ഒരുപാട് സ്വീറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് എന്തൊക്കെയോ ആക്കുന്ന ആർട്ടിഫിഷ്യലായിട്ട് എന്തൊക്കെയോ ആക്കുന്ന ഒരു ഇത് ടാലൻ്റ് ആകുന്ന ആലോചിക്കുക. അല്ലെങ്കിൽ ഷിഫ്റ്റ് കാറൊക്കെ ഉണ്ടാക്കുന്നത് ഒരു ഭയങ്കര ടാലൻ്റ് ആണെന്ന് ആലോചിക്കുക. അപ്പോൾ ഫസ്റ്റ് സ്വിറ്റ്സർലാൻഡ്, ഇന്ത്യ ടാലൻറ്റ് 3 അക്ഷരം 3 അല്ലേ 103. ദെൻ സ്വച്ഛ് വായു സർവേക്ഷൺ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലീൻ എയർ സർവേ എന്താണ് കോഡ്? ഇന്ന് അമ്മ വന്നു, ഇന്ന് ഇൻട്രോറ് അമ്മ അമരാവതി പർവ്വനു അല്ലേ വന്നു. ഓക്കെ, ഈ പർവ്വനു എന്നുള്ളത് പർവ്വനും കണ്ടിട്ടുണ്ട് കേട്ടോ, പർവ്വൻ. ഓക്കെ, അപ്പം ഇന്ന് അമ്മ വന്നു ഇതിൻ്റെ കണക്ഷൻ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം കേട്ടോ. ദെൻ നെക്സ്റ്റ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് 2023. ജെൻഡർ ഗ്യാപ്പ് എപ്പോഴാണ്? ഫസ്റ്റ് ഐസ്ലാൻഡ്, പിന്നെ ഇന്ത്യയിൽ മഴുവിൻ്റെ അകലം അല്ലേ 7 പോലത്തെ മഴുവിൻ്റെ അകലം 127. ദെൻ ആഗോള സമാധാന സൂചിക സമാധാനം ഉണ്ടാകുന്നത് ഐസക്ക് നമ്മുടെ ദേഹത്ത് വരുമ്പോഴാണ് സമാധാനം ഉണ്ടാകുന്നത്. ഫസ്റ്റ് ഐസ്ലാൻഡ്. ഇന്ത്യയിലോ 12 പകുതി 6 സമാധാനം ഉണ്ടാവും, അല്ലെങ്കിൽ 6 പോയി കുളിക്കുമ്പോൾ ഭയങ്കര സമാധാനമാണെന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. ദെൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിം വർക്ക് പറഞ്ഞു, 2 കോഡ് പറഞ്ഞു. MTയുടെ ബസ്സിന് 7 ദിവസം അല്ലേ, MTയുടെ ബസ് 7 ദിവസം ഉണ്ടാവും. യൂണിവേഴ്സിറ്റി തലത്തിലാണെങ്കിലോ ജവഹർലാൽ നെഹ്റുവിൻ്റെ ബസ് 4 ദിവസം. ഓക്കെ, അപ്പോൾ അതെൻ്റെ കണക്ട് ചെയ്യുക കേട്ടോ. ജവഹർലാൽ നെഹ്റു എന്നുള്ളത് സെക്കൻഡാണ് കേട്ടോ, സെക്കൻഡാണ്. ഫസ്റ്റ് ബസ് എന്താണ് IIS ബാംഗ്ലൂരു. അപ്പോൾ അതിലൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക. ഓക്കെ, ദെൻ ആഗോള മത്സരക്ഷമത സൂചിക 2023. മത്സരക്ഷമത പറയുമ്പോൾ മത്സരത്തിൽ 10ൽ 10 മാർക്ക് വാങ്ങിയതാരാണ്? 10 മാർക്കും. ഫസ്റ്റ് ഡെൻമാർക്ക്. ഇന്ത്യ 0 മാർക്കാണ് 40. മത്സരത്തിൽ ഇന്ത്യക്ക് 0 മാർക്കാണെന്ന് എടുക്കുക. ദെൻ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് 2023. എനർജി അല്ലേ, ഇപ്പോൾ എനർജി കിട്ടാൻ സ്വീറ്റ്സ് അല്ലേ, സ്വീഡനാണ് ഫസ്റ്റ്. സ്വീഡൻ. ഇന്ത്യയിൽ എനർജി കിട്ടാൻ വേണമെങ്കിൽ മഴവെടുത്ത പണിക്ക് പോകണം എന്നറിയിക്കാം. മഴവെടുത്ത പണിക്ക് പോയാലാണ് ഇന്ത്യക്കാർക്ക് എനർജി കിട്ടുക. 67. നെക്സ്റ്റ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ്. പ്രസ് ഫ്രീഡം അറിയാലോ, നമ്പർ 1 ആലോചിക്കുക. നമ്പർ വൺ അല്ലേ, ഫസ്റ്റ് നോർവേ. ഇന്ത്യ 161. ദെൻ ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ്. ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ്. ടെററിസം മീൻസ് ടെററിസ്റ്റുകളെ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? 3 പ്രാവശ്യം ഓഫാവും. ടെററിസ്റ്റുകളെ കണ്ടാൽ നമ്മൾ 3 പ്രാവശ്യം ഓഫാവും. അപ്പോൾ 13. ഫസ്റ്റ് അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ച് 2 പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ ബൈ ഹാർട്ടാവും. ജസ്റ്റ് ട്രിക്കൊക്കെ ഉപയോഗിച്ച് ഒന്നുകൂടി കണ്ടു നോക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.